ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ കണ്ടുവരുന്ന വേറൊരു കാര്യമുണ്ട്. വർക്കൗട്ട്, അതായത് ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ ഈ ഈഗോ കയറിയിട്ട് അല്ലെങ്കിൽ കോംപ്ലക്സ് കയറിയിട്ട് നമ്മൾ മാക്സിമം വെയിറ്റ് എടുത്ത് പോക്കുക. ആദ്യം കയറി ചെന്ന ദിവസം തന്നെ എനിക്ക് ഡംബൽ എടുക്കണം, അല്ലെങ്കിൽ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യണം എന്നൊക്കെയുള്ള ഒരു കാര്യം. എത്രത്തോളം ഇഞ്ചുറീസ് വരുന്നുണ്ട് സാറിന്റെ ഒരു എക്സ്പീരിയൻസിൽ? അതായത് ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുള്ള ഇഞ്ചുറീസ് എത്രത്തോളം വരുന്നുണ്ട്? തീർച്ചയായിട്ടും ഈ കോവിഡ് കാലത്ത് ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പം യൂട്യൂബിൽ കണ്ടിട്ട് ഒരു ആവേശം വന്ന് പെട്ടെന്ന് ഒരു ഇൻസ്ട്രക്ഷനോ ഒരു ഇതും ഇല്ലാത്ത രീതിയിൽ പലരും അവരുടെ ശരീരത്തിന് ഇഞ്ചുറി വരുത്തിയിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നത്, നിങ്ങളൊരു ഇൻസ്ട്രക്ടറിനെ കാണുക, അല്ലെങ്കിൽ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ കണ്ട് അവരുടെ നിർദ്ദേശം അനുസരിച്ച് മാത്രം നിങ്ങളുടെ ശരീരത്തിന് എത്രയും ഇത് ഉൾക്കൊള്ളാൻ പറ്റുമോ അത്രയും മാത്രമുള്ള എക്സസൈസസ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ ഒരു മെലിഞ്ഞ ശരീരമാണ്, മസിൽസ് അത്ര അധികമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടില്ല. ഈ വ്യക്തി ആവേശം കൊണ്ട് പോയി ഒരു നല്ല വെയിറ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ മസിൽ ടയർ ഉണ്ടാവും. അപ്പം അത് ഗ്രാജുവലി മസിൽ ബിൽഡിങ് ചെയ്യേണ്ടത് ഒരു ആവശ്യമുണ്ട്. അത് ഇൻസ്ട്രക്ടറിൻ്റെയോ ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ നിർദ്ദേശം കൊണ്ട് മാത്രമേ ചെയ്യാവൂ. മാത്രമല്ല, ഏതെങ്കിലും ഒരു രോഗാവസ്ഥയിലുള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ എസ്പെഷ്യലി റിലേറ്റഡ് ടു നമ്മുടെ ഓർത്തോപീഡിക് എന്തെങ്കിലും രോഗമുള്ള ആൾക്കാർ ഇന്ന വർക്കൗട്ട് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാൻ പാടില്ല, അങ്ങനെയുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പോൾ ഒരു ഡിസ്കിൻ്റെ പ്രോബ്ലം ഉള്ള വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും കുനിയുന്നതോ വെയിറ്റ് എടുക്കുന്നതോ ഒരു അഡ്വൈസബിൾ എക്സസൈസ് അല്ല. ഓക്കെ. അപ്പം അതിന് പകരമായിട്ട് ഡിസ്കിന് സ്പെസിഫിക് ആയിട്ടുള്ള ചില എക്സസൈസുകളുണ്ട്. സ്വിമ്മിങ് ഏറ്റവും നല്ല എക്സസൈസാണ് ബാക്ക് പെയിൻ ഉള്ളവർക്ക്. ഓക്കെ. അപ്പം അവർക്ക് വെയിറ്റ് എടുക്കാൻ പറ്റില്ലെങ്കിൽ സ്വിമ്മിങ് ചെയ്യുന്നത് തീർച്ചയായിട്ടും മെൻ്റലി റിലാക്സിങ് ആണ്. അതുമാത്രമല്ല നമ്മുടെ ബാക്ക് മസിൽസിന് നല്ല സ്റ്റാമിന കൊടുക്കുന്നതായിട്ടുള്ള ഒരു എക്സസൈസാണ്. പൊതുവെ നമ്മൾ വർക്കൗട്ട്സിനൊക്കെ പോകുമ്പോൾ ഫോളോ ചെയ്യും ഡയറ്റ് എന്ന് പറയുന്നൊരു കാര്യം. അപ്പോൾ ഡയറ്റ് ഉള്ളപ്പോൾ പൊതുവേ നമ്മുടെ ജിം ട്രെയിനേഴ്സ് അല്ലെങ്കിൽ പേഴ്സണൽ ട്രെയിനേഴ്സ് പറയും വൈറ്റമിൻ സപ്ലിമെന്റ്സ് എടുക്കണം, വൈറ്റമിൻ ഡി എടുക്കണം, വൈറ്റമിൻ ഇ എല്ലാം എടുക്കണം, വൈറ്റമിൻ സി എടുക്കണം, പ്ലസ് നമ്മൾ ഒമേഗ 3-6 ഒക്കെ സപ്ലിമെന്റ്സ് ആയിട്ട് എടുക്കണം. സോ എത്രത്തോളം സേഫ് ആണ് വിത്തൗട്ട് കൺസൾട്ടിങ് എ ഡോക്ടർ നമ്മൾ ഇതുപോലുള്ള സപ്ലിമെന്റ്സ് എടുക്കുന്നത്? അല്ലെങ്കിൽ എപ്പോൾ നമുക്ക് എടുക്കാം, എപ്പോൾ എടുക്കണ്ട? തീർച്ചയായിട്ടും നമ്മൾക്ക് ആവശ്യമുള്ള വൈറ്റമിൻസ് എല്ലാം നമ്മുടെ ആഹാരത്തിലുണ്ട്. അതില്ലാതെ വരുമ്പോഴാണ് നമ്മൾ എക്സ്ട്രാ ഈ സപ്ലിമെൻറ്റ്സിലോട്ട് പോകുന്നത്. സോ ഡെഫിനറ്റ്ലി വെജിറ്റബിൾസ്, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ആൻഡ് മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ്. അതുമാത്രമല്ല എഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഹൈ പ്രൊഫൈൽ ആൻഡ് ഹൈ ക്വാളിറ്റി പ്രോട്ടീനാണ്. സോയ പ്രോട്ടീൻസ്, ഇതെല്ലാം വൈറ്റമിൻസ്, നമ്മുടെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, ഇതിലെല്ലാം വന്ന് വൈറ്റമിൻസ് ഉള്ളത്. അപ്പോൾ ഒരു നോർമലായിട്ടുള്ള ഒരു വ്യക്തിക്ക്, നോർമലായിട്ട് കഴിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ എക്സ്ട്രാ സപ്ലിമെൻറ്റ്സ് ആവശ്യമില്ലെന്നാണ് എൻ്റെ ഒരു ബാലൻസ്ഡ് ഡയറ്റുള്ള ആൾക്ക് ഇത് എക്സ്ട്രാ ആയിട്ടൊന്നും തന്നെ ആവശ്യമില്ല. അപ്പം ഫോർ എക്സാമ്പിൾ വൈറ്റമിൻ ഡി കുറഞ്ഞെന്ന് പറഞ്ഞ് ചിലർ വൈറ്റമിൻ ഡി ആവേശത്തോട് കഴിക്കുന്നവർക്ക് വൈറ്റമിൻ ഡി ഹൈപ്പർ വിറ്റാമിനോസിസ്. അതുപോലെ വൈറ്റമിൻ സി എന്ന് പറയുന്നത് നമ്മുടെ ആഹാര പദാർത്ഥങ്ങളുണ്ട്. അത് നെല്ലിക്കായോ അല്ലെങ്കിൽ ഗുവാവ, പേരയ്ക്ക, അല്ലെങ്കിൽ പിന്നെ ലീവ്സിൽ ആൻഡ് ഫ്രഷ് വെജിറ്റബിൾസ് ആൻഡ് നല്ല ഓറഞ്ച് കളർ സിട്രസ് ഫ്രൂട്ട്സ്, ഓറഞ്ച് ആയിട്ടുള്ള ഡയറ്റിലെല്ലാം ഓറഞ്ച് കളർഡ് ഫ്രൂട്ട്സിലെല്ലാം ഉണ്ട്. അപ്പോൾ അത് കഴിക്കുന്ന ഒരു വ്യക്തിക്ക് എക്സ്ട്രാ ഇത് ആവശ്യമേ അല്ല, അത് ആവശ്യമില്ല. ഒരു രോഗിക്കാണ് നമ്മൾ കൂടുതൽ സപ്ലിമെൻറ്റ്സ് അന്നേരം ഹീലിംഗിന് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി എക്സ്ട്രാ സപ്ലിമെൻറ്റ്സ് കൊടുക്കുന്നത്. പക്ഷെ നോർമൽ വ്യക്തിക്ക് അത് ആവശ്യമില്ലെന്നാണ് എൻ്റെ. പക്ഷെ ഒരു ഡയറ്റ്, ഇപ്പോൾ ഒരു ലോ കലോറി ഡയറ്റ് അല്ലെങ്കിൽ നമ്മൾ കാർബ് കട്ട് ചെയ്ത് പോകുന്ന ഒരു ഡയറ്റ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ഒരു സപ്ലിമെന്റിന്റെ ആവശ്യം വരാം. വൈറ്റമിൻ സപ്ലിമെന്റ്സ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഫാറ്റ്സുമായിട്ട് വൈറ്റമിൻസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ വൈറ്റൽ ഫങ്ഷൻസിന് ആവശ്യമുള്ള പദാർത്ഥങ്ങളാണ്. ഈ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് നമുക്ക് എനർജി തരുന്നതാണ്. അപ്പം നന്നായിട്ട് അധ്വാനിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കാർബോഹൈഡ്രേറ്റ്സിന്റെ ഒരു അംശം ആവശ്യമാണ്. അല്ലെങ്കിൽ പിന്നെ ബോഡി സ്റ്റാർവ് ചെയ്തിട്ട് പിന്നെ നമ്മുടെ പ്രോട്ടീൻസും ഫാറ്റ്സിനെ ഉപയോഗിക്കാൻ തുടങ്ങും. അപ്പം ബാലൻസ്ഡ് ഡയറ്റ്, ഒരു നല്ല അധ്വാനിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ ആൻഡ് ഫാറ്റ് എടുക്കേണ്ടതാണ്. അധികം അധ്വാനിക്കാത്ത വ്യക്തികളാണെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സ് അങ്ങ് കട്ട് ഡൗൺ ചെയ്യാം.
ആൻഡ് പ്രോട്ടീൻ വന്ന് നമ്മുടെ മസിൽ മാസിനെ കൂട്ടാനും ഉപയോഗം വരുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ കാർബോഹൈഡ്രേറ്റ്സ് കുറയുമ്പോഴാണ് ശരീരം വന്ന് ഫാറ്റിനെയും പ്രോട്ടീനെയും ഉപയോഗിക്കാൻ തുടങ്ങുന്നത്. അന്നേരം കുറച്ച് വെയിറ്റ് ലോസ് ഒക്കെ വരും, നമ്മുടെ ബോഡിയുടെ വെയിറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അധിക നേരം ഇരുന്നിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കായിരിക്കാം ഈ നെക്ക് പെയിൻ തൊട്ട് ബാക്ക് പെയിൻ തൊട്ട് അങ്ങനെ കുറേ ഇഷ്യൂസ് വരുന്നുണ്ട്. അതിപ്പം ഇന്നത്തെ നമ്മുടെ ഒരു സിനാരിയോയിൽ അത് കൂടി വരുവാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ ഒരു റീസൺ? എങ്ങനെ നമുക്ക് ഇതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാം? ഓക്കെ, സാധാരണ രീതിയിൽ നമ്മുടെ ശരീരം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഒരു വ്യായാമത്തിന് വേണ്ടിയാണ്. നമ്മൾ ഒരു അഗ്രികൾച്ചർ എന്ന രീതിയിലാണ് നമ്മുടെ ശരീരം പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്, സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷേ അതൊരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈലിലോട്ട് പോകുമ്പോൾ, വ്യായാമമൊന്നുമില്ലാതെ നമ്മൾ ഒരു പൊസിഷനിൽ തന്നെ മണിക്കൂറോളം ഇരിക്കുമ്പോൾ ഒറ്റ ഭാഗത്തിന് മാത്രം വരുന്നതായിട്ടുള്ള സ്ട്രെയിൻ കൊണ്ട് ആ ഭാഗത്തിന് കുറേ ഇഞ്ചുറീസ് ഉണ്ടാകാം. ഫോർ എക്സാമ്പിൾ, ഒരു IT പ്രൊഫഷണൽ എടുക്കുമ്പോൾ അവർ വന്ന് സ്ക്രീനിൻ്റെ മുന്നിൽ, ഞാൻ പൊതുവേ സംസാരിക്കുമ്പം പലരും പറയുന്നത് 8 മണിക്കൂർ തൊട്ട് 12 മണിക്കൂർ വരെ ചിലപ്പം എഴുന്നേക്കാതെ തന്നെ ഒറ്റ ഇരിപ്പിലങ്ങ് ഇരുന്ന് പണിയെടുക്കുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവർ അത്രയും നേരം സ്ക്രീനിലോട്ട് ഹുക്ഡാണ്. അപ്പം കഴുത്തിൻ്റെ പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദം ഈ നെക്ക് ഫോർവേഡ് ത്രസ്റ്റ് പൊസിഷനിലാണ്, ശരീരത്തിൽ നിന്ന് അകന്ന് മുന്നിലോട്ട് ഇരുന്നു കൊണ്ട് അവർ മണിക്കൂറോളം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത്രയും നേരം നമ്മുടെ ഈ കഴുത്തിൻ്റെ മസിൽസ് ആ തലയെ സപ്പോർട്ട് ചെയ്ത് പിടിക്കേണ്ടതായിട്ടുള്ള ആവശ്യം വരും. അപ്പം അത് കുറേ കഴിയുമ്പം ഈ മസിൽ അങ്ങ് ഫെറ്റീഗ് ആവും. ഫെറ്റീഗ് എന്ന് പറയുമ്പം അതിന് ക്ഷീണം തോന്നും. ക്ഷീണം തോന്നുമ്പം അതിൽ വന്ന് ഇൻഫ്ലമേഷൻസ് ഉണ്ടാവും. ഇൻഫ്ലമേഷൻ പിന്നെ അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും കാണുന്നത് ട്രഫീസൈറ്റിസ് എന്ന് പറയുന്ന വളരെ കോമൺ ആയിട്ട് കഴുത്തിൽ വരുന്നതായിട്ടുള്ള പ്രോബ്ലം. അത് IT-കാർക്ക് നമ്മൾ കാണുന്ന ഒരു ഇഷ്യൂ ആണ്. അത് പോസ്ചർ റിലേറ്റഡും പിന്നെ ഒരു പ്രൊലോങ്ഡ് ഒരു ഭാഗത്തിന് മാത്രമേ നമ്മൾ സ്ട്രെയിൻ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ബോഡിക്ക് അത് ഇഞ്ചുറി വരും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നട്ടലിന്. അപ്പം പ്രൊലോങ്ഡ് സിറ്റിംഗ്, കുറേ നേരം സിസ്റ്റത്തിന് മുന്നേ ഇരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ വെയിറ്റ് എല്ലാം കൂടെ വേർട്ടിക്കൽ ലോഡിങ് കാരണം താഴത്തെ 2-3 ഡിസ്കുകൾക്കാണ് കുറേ നേരം ഇത് ലോഡ് വരുന്നത്. അപ്പോൾ ഒരു റബ്ബർ എടുത്ത് ആ റബ്ബറിൻ്റെ പുറത്ത് നമ്മൾ കുറേ നേരം ഒരു വലിയ പാറക്കല്ല് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ റബ്ബർ എങ്ങനെ ഡിഫോം ചെയ്ത് പുറത്തേക്ക് ചാടി വരുന്നു, അതുപോലെ തന്നെയാണ് നമ്മുടെ ഡിസ്കും. ഈ വേർട്ടിക്കൽ ലോഡിങ് കാരണം അത് ഔട്ട്വേർഡ് ബൾജിങ് ഉണ്ടാകും. അപ്പം ഇത് ഡിസ്കിൻ്റെ 2 ഭാഗമുണ്ട്. സറൗണ്ടിങ് റിംഗ് ഉണ്ട്, ആനുലസ് ഫൈബ്രോസിസ് എന്ന് പറയും. അതിൻ്റെ ഉള്ളിൽ വന്ന് ന്യൂക്ലിയസ് പൾപ്പോസസ് എന്ന് പറയുന്ന ഒരു ജെല്ലി പോലുള്ള ഒരു സാധനമുണ്ട്. അപ്പം ഈ റിങ്ങിൻ്റെ ഉള്ളിൽ ഈ ജെല്ലി പോലുള്ള സാധനത്തെ അത് പിടിച്ചു നിർത്താൻ കഴിയാതെ കുറേ നേരം വെർട്ടിക്കൽ ലോഡിങ് വരുമ്പോൾ ഈ ഔട്ടർ റിങ് ആനുലസ് ഫൈബ്രോസിസ് അത് പൊട്ടിപ്പോവും. പൊട്ടിയിട്ട് ഉള്ളിലുള്ള ജെല്ലി പോലെ ആ കുഷനിങ് ഇഫക്റ്റ് തരുന്നതായിട്ടുള്ള ന്യൂക്ലിയസ് പൾപ്പോസസ് പുറത്തേക്ക് ചാടി വന്ന് തൊട്ട് ബാക്കിലുള്ളത് നരമ്പാണ്, നമ്മുടെ സ്പൈനൽ കോഡാണ്. ആ നരമ്പിൽ നിന്ന്, ആ സ്പൈനൽ കോഡിൽ നിന്ന് വരുന്ന വേരുകളാണ് നമ്മുടെ കാലിലോട്ട് വരുന്ന നരമ്പുകളെ ഉണ്ടാക്കുന്നത്. അതിലോട്ട് ചെന്ന് ചെറുതായിട്ട് തൊട്ടാൽ പോലും നമുക്ക് വേദന അനുഭവപ്പെടും. നടുവിനും വേദന അനുഭവപ്പെടും. അതുമാത്രമല്ല, കാലിലോട്ട് ഷയാറ്റിക്ക പെയിൻ എന്ന് പറഞ്ഞ് അതുണ്ടാകും. അതിൻ്റെ ഒരു എക്സ്ട്രീം പോകുമ്പോൾ കാലിന് പെരുപ്പും മരവിപ്പും പിന്നെ നടക്കാൻ വയ്യായ്മ ഇതൊക്കെ ഉണ്ടാകും. ഇതാണ് പ്രോഗ്രഷൻ ഓഫ് ഈവൻറ്റ്സ് നടക്കുന്നത്. ഈ പോസ്റ്റേഴ്സ് കാരണമാണ് ഇപ്പോൾ നെക്ക് പെയിൻ പോലെയുള്ള കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ എന്തായിരിക്കും അതിന് നമുക്കൊരു പ്രിവെൻഷൻ മെക്കാനിസം? എന്ത് ചെയ്താൽ അല്ലെങ്കിൽ എന്തൊരു മുൻകരുതൽ എടുത്താൽ അതിൽ നിന്ന് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും? ഓക്കെ, ഇതിനാണ് വർക്ക് എർഗണോമിക്സ് എന്ന് പറയുന്നത്. വർക്ക് എർഗണോമിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ജോലി ചെയ്യുന്നതായിട്ടുള്ള സ്ഥലത്ത് എങ്ങനെ നമ്മുടെ ശരീരത്തെ നമ്മൾക്ക് സൂക്ഷിക്കാൻ കഴിയും. അപ്പോൾ ഒരു സ്ക്രീനിൽ നമ്മൾ മണിക്കൂറിൽ നോക്കുകയാണെങ്കിൽ അതിൻ്റെ സെൻറ്റർ പോയിൻറ്റ് ഷുഡ് ബി അറ്റ്ലീസ്റ്റ് 30 ഡിഗ്രി ഫ്രം അവർ ഐ സെൻറ്റർ. അപ്പം ഒരു 30 ഡിഗ്രി ആംഗിളിലാണ് നമ്മളത് വെക്കേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് സാധാരണമായിട്ട് പറയണമെങ്കിൽ ഐ ലെവലിൽ തന്നെ ആ സ്ക്രീനിൻ്റെ സെൻറ്റർ വരണം. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മുടെ നെക്ക് പോസ്ചർ, ഈ ഫോർവേഡ് ത്രസ്റ്റിംഗ്, മുന്നിലോട്ട് ഇരുന്ന് കുറേ നേരം ഇരിക്കുന്നതിന് പകരം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ തലയും നമ്മുടെ ശരീരവും കൂടെ ഒരു പ്ലെയിനിൽ വരുന്നതായിട്ട്
നമ്മൾ സൂക്ഷിക്കേണ്ടത്. അത് നമ്മൾ മറന്നുപോയി ചിലപ്പം ഈ ജോലിൻ്റെ ആ ഒരു കോൺസെൻട്രേഷനിൽ കഴുത്ത് മുന്നോട്ട് അങ്ങ് പോയി പോകും. പക്ഷെ ഇടയ്ക്ക് ഞാൻ പറയുന്നത്, എൻ്റെ പേഷ്യൻസിനോട് പറയുന്നത്, നിങ്ങളൊരു റിമൈൻഡർ ഇട്ടാൽ മതി, ഇയാണ് കറക്റ്റ് യുവർ പോസ്ചർ. അപ്പോൾ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നമ്മളൊന്ന് പോസ്ചർ കറക്റ്റ് ചെയ്യും. സാധാരണ രീതിയിൽ നമുക്ക് തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കാം. ഇങ്ങനെ കുറേ നേരം കഴുത്ത് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുമ്പം സ്ട്രെയിൻ തോന്നും. അത് തന്നെ നമ്മൾ ഉടനെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എത്ര റിലാക്സ്ഡ്, ഈ മസിൽസിനൊക്കെ എത്രയും റിലാക്സേഷൻ കിട്ടും. അപ്പം ആ ഒരു പോസ്ചർ നമ്മളിങ്ങനെ വെച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളെ സഹായിക്കുന്നത്, കഴുത്തിൻ്റെ പാകത്തിന് സഹായിക്കും. നട്ടലിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഞാൻ പറയുന്നത്, ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ കഴിയുമ്പോൾ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുകയും നടക്കുകയും ചെയ്യണം. അല്ലെങ്കിൽ നടുവിൽ ഇരിക്കുമ്പം നടുവിന് വേണ്ടിയിട്ട് ഒരു സപ്പോർട്ട് ബാക്കിൽ കൊടുക്കണം. ബാക്കിൽ ഒരു പില്ലോ സപ്പോർട്ട്. നമ്മുടെ നടുവിൻ്റെ ഒരു ചെറിയൊരു ബെൻഡ് ഉണ്ട്, കേവ് ഉണ്ട്. ആ കേവ് അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു പില്ലോ ബാക്കിൽ കൊടുക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ കഴിയുമ്പോൾ ഒന്ന് എഴുന്നേറ്റ് നമ്മൾ നടുവൊന്ന് സ്ട്രെച്ച് ചെയ്യുക. പിന്നെ ഫോളിങ് ബാക്ക് പോസ്ചർ, ഒരു 5 ഡിഗ്രി ബാക്കിലോട്ട് ഇങ്ങനെ ചരിഞ്ഞ് 5 സെക്കൻഡ് പിടിച്ച് നിന്നിട്ട് ഒന്നിനെ വരിക. അങ്ങനെ ഒരു 10 പ്രാവശ്യം ചെയ്താൽ നല്ലത് തന്നെയാണ്. ഇത് തന്നെയല്ലേ ഗ്രാജുവലി ഡിസ്ക് ബൾജിലോട്ടോ അല്ലെങ്കിൽ പ്രൊലാപ്സിലോട്ടോ ഒക്കെ പോകുന്നൊരു കാര്യം ഇത് തന്നെയാണ്? തീർച്ചയായിട്ടും. നമ്മുടെ ശരീരം ആദ്യമേ ഒരു സിഗ്നൽ കൊടുക്കുന്നതായിരിക്കും, വേദന. അപ്പോൾ അത് മസിൽ പെയിനും സ്ട്രെയിനും ഒക്കെ ആയിട്ട് ഒരു സിഗ്നൽ കൊടുക്കുന്നത്. ഈ പെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഒരു സെൻസറാണ്. അപ്പം അതിനെ നമ്മൾ അതികടന്ന് നമ്മൾ വല്ലതും ചെയ്യുവാണെങ്കിൽ ഇഞ്ചുറീസ്, എന്തോ ഒരു കുഴപ്പമുണ്ട്, സിഗ്നൽ കൊടുക്കുന്നുണ്ട്, ഉടനെ നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ നല്ലത്. പക്ഷേ ജോലി തിരക്കിൽ നമ്മുടെ പെയിൻ, നമ്മുടെ ബ്രെയിൻ ഈ പെയിനെ പോലും അതിജീവിച്ച് നമ്മുടെ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനെ സൂക്ഷിക്കാതെ പോകുമ്പോഴാണ് എക്സ്ട്രീം കേസിലോട്ട് ഡിസ്ക് ബൾജും പ്രൊലാപ്സുമായിട്ടൊക്കെ പലരും വരുന്നത്. പണ്ടത്തെ കാലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 40-50 വയസ്സിന് ശേഷം വരുന്ന പ്രശ്നങ്ങൾ, അതായത് മുട്ടുവേദന, കാലുവേദന, നടുവേദന തുടങ്ങിയ കാര്യങ്ങൾ ഇപ്പോൾ കുറച്ചുകൂടി മുന്നോട്ടാ. അതായത് ഒരു 30 വയസ്സ് കഴിയുമ്പോൾ തന്നെ ഇതൊക്കെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ ഈ ജീവിതശൈലിയിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ആയിരിക്കും. തീർച്ചയായിട്ടും ഇതെല്ലാം ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആണ്. തീർച്ചയായിട്ടും ജീവിതശൈലി. അതെ, പലരും പറഞ്ഞും കേൾക്കാറുണ്ട്, അതൊക്കെ പണ്ടൊക്കെ 50 വയസ്സിലാണ് വയസ്സാവുന്നുണ്ടെങ്കിൽ ഇപ്പോൾ 30 വയസ്സ് കഴിയുമ്പോഴേ നമ്മൾ വയസ്സാവുന്നതാണ്. അപ്പോൾ ചെറുപ്പം തൊട്ടേ ഇതിനെപ്പറ്റി അവയർ ആയിരിക്കണം എന്നാണ് സാർ പറയുന്നത് അല്ലേ? അല്ല, കുട്ടിക്കാലം തൊട്ടേ നമ്മൾ ഇരിക്കേണ്ട പോസ്റ്റേഴ്സ്, നമ്മുടെ ബോഡിക്ക് എന്തൊക്കെയാണ് വർക്ക്ഔട്ട്സ് കൊടുക്കേണ്ടത്, എത്ര നേരം നമുക്ക് ഇരിക്കാം, എത്ര നേരം കഴിയുമ്പോൾ നമുക്ക് എഴുന്നേറ്റ് നടക്കണം, ഇതൊക്കെ നമുക്ക് ചെറുപ്പകാലം തൊട്ടേ ഒരു പക്ഷേ സ്കൂൾ എഡ്യൂക്കേഷനിൽ തന്നെ കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമല്ലേ? തീർച്ചയായിട്ടും. Okay. If wealth is lost, something is lost. Health is lost, everything is lost. Everything is lost. വലിയ വെൽത്ത് കൈ വെച്ചിട്ട് ഹെൽത്ത് ഇല്ലെങ്കിൽ അനുഭവിക്കാൻ പറ്റാതെ പോകും. അതെ.